إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ففروا إلى الله إني لكم منه نذير മുബീൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടെ, ഈമാനോടെ, തഖ്വയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 51-ാം അധ്യായമായ സൂറത്ത് ദാരിയാത്തിലെ 50-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. ഫഫിറൂ ഇലല്ലാഹ്, അതിനാൽ നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഓടിച്ചെല്ലുക. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു. അല്ലാഹുവിങ്കലേക്ക് ഓടിച്ചെല്ലുക. നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ പറയും, അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓടിച്ചെല്ല മക്കളെ, ആ സമ്മാനം കിട്ടാൻ വേണ്ടി ഓടിച്ചെല്ലണം, ഓടിച്ചെല്ല എന്ന് പറയും നമ്മൾ. അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുകയാണ്, അള്ളാഹുവിങ്കിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക. ഇത് ഖുർആൻ്റെ ഒരു കൽപ്പനയാണ്. ആർക്കാണ് ഇതിന് സാധിക്കുക? അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു വലിയ സമ്മാനം നമുക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഓടിച്ചെല്ലുക എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ അറിയിക്കണം. എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ളത്? നമുക്ക് ഓടിച്ചെല്ലാൻ എന്താണ് നമ്മൾ കാത്തിരിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്? അനവധി കാര്യങ്ങളിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാ രംഗത്തും, കച്ചവടത്തിലും, കെട്ടിട നിർമ്മാണങ്ങളിലും, വാഹനത്തിൻ്റെ കാര്യത്തിലും, ശരീര സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും, അതിൻ്റെ പ്രദർശനത്തിൻ്റെ കാര്യത്തിലും അടക്കം നമ്മളെ നാട്ടിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ വിഷയങ്ങളിലും. ഇവയെല്ലാം ദുനിയാവിൽ തീരുന്നതാണ് എന്ന് നമുക്കറിയാം. എത്ര ഈ രംഗത്ത് നമ്മൾ മത്സരിച്ചാലും ഇതെല്ലാം ഇവിടെ തീരും. ഒരു മുഅ്മിൻ വിശ്വാസി എന്ന നിലക്ക് അങ്ങേയറ്റം നമ്മൾ മത്സരിച്ച് മുന്നേറേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആ സമ്മാനത്തിനാണ്. അവിടേക്കാണ് നമ്മൾ ഓടേണ്ടത്, ഓടിച്ചെല്ലേണ്ടത്. അവിടേക്ക് ഓടിച്ചെല്ലാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. ഒന്ന് പാപമോചനമാണ് നമുക്കവിടെ കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം. അത് കാരണമായി നമുക്ക് കിട്ടേണ്ട വിശാലമായ സ്വർഗം. ഇത് രണ്ടുമാണ് റബ്ബിൻ്റെ അടുക്കൽ നമുക്കുള്ള സമ്മാനം. നമ്മൾ ഓടിച്ചെല്ലാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ കാര്യം അതാണ്. ഇത് രണ്ടും നമുക്കവിടെ ഉണ്ടാകുമോ എന്ന് ആത്മപരിശോധന നമ്മളെല്ലാവരും എല്ലാ സമയത്തും നടത്തണം. അള്ളാഹ് പറയാണ്, സാബിഖൂ, നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം ഒന്ന്. രണ്ട്, മഗ്ഫിറത്ത്, പാപമോചനം. ഇതിനു വേണ്ടി നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി. അത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുന്നവർക്കാണ്. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹിൻ്റെ വലിയ ഫദ്ലാണ്, ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അള്ളാഹു അത് ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. സഹോദരങ്ങളെ, ഈമാനുള്ളവർക്കും തഖ്വയുള്ളവർക്കുമാണ് ഇത് രണ്ടും ഒരുക്കി വെച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കിയത്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും മരിക്കുന്നത് വരെ അത് ചോദിക്കുകയും ചെയ്യണം. അത് കിട്ടുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ അവകാശമുള്ളൂ. പരിശുദ്ധ റമദാനിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. എന്തിനാണ് റമദാനും റമദാനിലെ നോമ്പും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പല തവണ ആവർത്തിച്ച് നമ്മൾ കേട്ടതാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സമയത്ത് നമ്മളത് കേൾക്കണം. നോമ്പിനെക്കുറിച്ചും റമദാനിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പം റസൂലുള്ളാഹി ആവർത്തിച്ച് പറഞ്ഞത് പിന്നിട്ട തിന്മകൾ നിങ്ങൾക്ക് പൊറുക്കപ്പെടും എന്നാണ്, മഗ്ഫിറത്ത് കിട്ടുമെന്നാണ്. മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ച്, കൂലി ആഗ്രഹിച്ച് ഈമാനോടുകൂടി റമദാനിൽ ഒരാൾ നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരാൾ രാത്രിയിൽ റമദാനിൽ നിസ്കരിച്ചാൽ ആ രാത്രി നിസ്കാരം അവൻ്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, റമദാനിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അതിലൊരു രാവുണ്ട്, അത് ലൈലത്തുൽ ഖദ്റാണ്. അതിലാരെങ്കിലും നമസ്കരിച്ചാൽ, രാത്രി നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതൊക്കെ പറഞ്ഞത് റമദാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ അള്ളാഹ് പറഞ്ഞു, ഫഫിറൂ ഇലല്ലാ, ഓടി അങ്ങോട്ട് ചെന്നാൽ നമുക്ക് കിട്ടേണ്ടത് മഗ്ഫിറത്താണ്. അതവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മങ്കാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ഒരാൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്നൊരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബഹു, അവൻ്റെ പാപങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കുന്ന. ബാങ്ക് കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഈ മുഅദ്ദിൻ പറയുമ്പം, അത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഇങ്ങനെ പറയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇങ്ങനെ പറഞ്ഞാൽ അവന് പൊറുക്കപ്പെടുന്നതാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് അറിയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ
അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടാനുള്ള ആ സമ്മാനം വാങ്ങാൻ വേണ്ടി തന്നെയാണ്. അത് കിട്ടുന്നവരായി തീരാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു തവണയോ 2 തവണയോ പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയ, മറക്കാതെ ചൊല്ലാൻ പറ്റിയത്. റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, മൻ തവല്ല ഉലൂഹി ഹാദാ, ഉലൂ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്രകാരം ഒരാൾ ഉലൂ ചെയ്തു, തുമ്മ യുസല്ലി റക്അത്തൈനി, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ഉലൂവിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു. ലാ യഹദ്ദസ് നഫ്സഹു ഫീഹി മാ ഷൈഉൻ, ആ ഉലൂവിനും നിസ്കാരത്തിനെ അടക്കം അവനൊന്നും സംസാരിച്ചതൊന്നുമില്ല, ദുനിയാവിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇല്ലാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, പാപങ്ങൾ പുറത്തു കൊടുക്കും. ഉളു ഉണ്ടാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആ ഉളുവിൻ്റെ ഇടയിൽ, റക്അത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ ദുനിയാവിൻ്റെ ഒരു കാര്യം, ഒരു വർത്താനവും പറയാതെ ആ ഒരു ബോധത്തോടു കൂടി, നിയ്യത്തോടു കൂടി നിസ്കരിക്കുന്നവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതാ അമ്മനൽ ഇമാമു മെനു, നിങ്ങൾ ഇമാമ് ആമീൻ പറയുമ്പോൾ കൂടെ ആമീൻ പറയണം. ഫഇന്നഹു വാഫഖ തഅ്മീനഹു തഅ്മീനുൽ മലായിക, തഅ്മീനൽ മലായിക, മലക്കുകൾ ആമീനുമായി നമ്മൾ ആമീൻ യോജിക്കുമ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അപ്പോൾ ഇമാമ് ഊതുമ്പം ഇമാമിൻ്റെ ആമീൻ കാത്തു നിൽക്കണം. ശ്രദ്ധ വേണം നിസ്കാരത്തിൽ. വലല്ലാലീൻ എന്ന് പറയുമ്പം ഇമാം ആമീൻ പറയുമ്പോൾ കൂടെ ആമീൻ പറയുന്നു. അപ്പോൾ മലക്കുകൾ ആമീൻ പറയുന്ന സമയമാണ് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇദാ ഖാലൽ ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമ് പറയുമ്പോൾ ഫഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക, ആ സമയത്ത് മലക്കുകളും അത് പറയുന്നുണ്ട്. അത് യോജിച്ചു വരുമ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞു, മൻ തവല്ലാ ഹഖദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വുളു ചെയ്ത പോലെ വുളു ചെയ്തു. സുമ്മ ഖറജ ഇലൽ മസ്ജിദി, വീട്ടിൽ നിന്നാണ് വുളു, എന്നിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലാ യൻസുഹു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത, ഉദ്ദേശിക്കാത്ത വരവാണ് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചത്. ഗുഫിറ ലഹു മാ ഖലാ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ, സംഭവിച്ചു പോയ തെറ്റൊക്കെ പൊറുക്കപ്പെടും. ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പിന്നെ പള്ളിയിലേക്ക് മാത്രം വുളു ചെയ്തിട്ട് പിന്നെ അങ്ങാടി പോകണം, റേഷൻ കാർഡിൽ പോകണം, ആശുപത്രിയിൽ പോകണം, എന്നിട്ട് പള്ളിയിൽ വരാം, അങ്ങനല്ല. വുളു ചെയ്ത് പള്ളിയെ മാത്രം ഉദ്ദേശിച്ച് വുളു ചെയ്ത് നേരെ പള്ളിയിലേക്ക് വരുന്നു. പിന്നെ അതിൻ്റെ അടിയിലേക്ക് അടയിൽ അവിടെ ഇവിടെ വർത്താനൊന്നുമില്ല, നേരെ പള്ളിയിൽ വന്നു. അതാണ് ലാ യൻഹസുഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് അങ്ങനെ നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ചെറിയ 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 കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ, നമുക്ക് സംഭവിച്ചു പോകുന്ന വലിയ വലിയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് റമദാനിൽ പ്രതീക്ഷിക്കാനുള്ളതും നോമ്പുകാലത്ത് പ്രതീക്ഷിക്കാനുള്ളതും നമ്മൾ വന്നുപോയ തെറ്റുകളൊക്കെ നമുക്ക് പൊറുക്കപ്പെട്ട് കിട്ടുക എന്നതാണ്. അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅ വ റമദാനിൻ ഇലാ റമദാന മുകഫിറാത്തുൽ ലിമാ ബൈനകുന്ന, ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ, ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ, ഇതൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനാണ്, പാപങ്ങൾ പൊറുക്കപ്പെടാനാണ്. ഇതിനൊക്കെ എന്ത് വേണമെന്നറിയാം, ആദ്യം നിയ്യത്ത് വേണം. നമ്മളൊക്കെ ഒരു യാന്ത്രികമായി നടക്കുകയാണ്. വെള്ളിയാഴ്ച യാന്ത്രികമാണ്. അത് 12:11 ബാങ്ക് കൊടുക്കുകയാണെങ്കിലും, 12 മണിക്ക് ബാങ്ക് കൊടുത്താലും, 12:40 42 ബാങ്ക് കൊടുത്താലും നമ്മൾ ഖുത്ബ തീരാൻ നേരത്തെ വരുള്ളൂ. ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങുകൾ കൊണ്ട് ഒരു ഫലമില്ല സഹോദരങ്ങളെ. നമ്മളെ ഈ ജുമഅ, ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ, ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച, ഇതൊക്കെ ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ, ഇതിനൊക്കെ ഇടയിൽ വന്നു പോകുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മാപ്പ് കിട്ടാൻ, മഗ്ഫിറത്ത് കിട്ടാനുള്ളതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. വളരെ ഗൗരവത്തിലാണ് റസൂൽ പറഞ്ഞത്. ഒരു റമദാന് കിട്ടിയിട്ട് മഗ്ഫിറത്താണ് അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടാൻ, ഓടിച്ചെന്ന് വാങ്ങാനുള്ള സംഗതി അതാണ്. അത് കിട്ടാനുള്ള അവസരങ്ങളും കാര്യങ്ങളുമാണ് സഹോദരങ്ങൾ ഈ പറഞ്ഞത്. ഇതിൽ ഒരു റമദാൻ മഗ്ഫിറത്തിനുള്ളതാണ് എന്ന് കേട്ടു, എന്നിട്ടത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. റസൂലുള്ളാഹി മിമ്പറിൽ കയറി 3 വട്ടം ആമീൻ പറഞ്ഞതൊക്കെ നമ്മൾ പലതവണ കേട്ടതാ. അതിലൊരു ആമീൻ, മൻ അദറക ഷഹ്റ റമദാന ഫലം യഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബദഹുല്ലാഹ് അബഅദഹുല്ലാഹ്. റമദാൻ വന്നിട്ടും മഗ്ഫിറത്തൊന്നും കിട്ടിയില്ല, അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാകട്ടെ, നരകത്തിലേക്ക് കടക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. റസൂൽ ആമീൻ പറഞ്ഞു. ഫഖുൽതു ആമീൻ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആമീനാണ് സഹോദരങ്ങളെ, ജിബ്രീലിൻ്റെ പ്രാർത്ഥനയാണ്. നമുക്കെതിരിലാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാം. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക.
അള്ളാഹുവിനടുക്കിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു മനസ്സും ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണമെങ്കിൽ അവിടെ നമ്മളെ കാത്ത് ഒരു വലിയ സമ്മാനം ഇരിക്കുന്നു എന്ന ഒരു ചിന്തയും അതിനു വേണ്ടിയുള്ള ഒരാഗ്രഹവും നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം 18 കൊല്ലത്തോളമായി നമ്മുടെ ഈ പള്ളി നിലവിൽ വന്നിട്ട്. അതിനുശേഷം നമ്മുടെ പരിസരങ്ങളിൽ നമ്മളീ പള്ളിയിൽ വന്ന് ഖുത്ബകൾ കേൾക്കുകയും ഇസ്ലാമിക ദഅവാ രംഗത്ത് സജീവമാവുകയും ദീന് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും കുടുംബത്തെ അത് കേൾപ്പിക്കുകയും അവിടെ കുടുംബങ്ങളടക്കം ഉൾക്കൊള്ളുകയും ചെയ്ത് നമ്മുടെ താനൂർ എന്ന വിശാലമായ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് തീരദേശത്തെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പള്ളിയെ തേടി വന്നിരുന്ന പലരും ഈ 18 കൊല്ലത്തിനിടക്ക് 2-3 പള്ളികൾ അവരുടെ നാട്ടിൽ പള്ളികൾ ഉണ്ടാക്കി ആ പള്ളികളിൽ ജുമാഅയും ജമാഅത്തും ദഅവത്തുമൊക്കെയായി നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച മറ്റൊരു പള്ളി കൂടി നമ്മുടെ ഈ പള്ളിയിൽ ജുമാഅക്കും ജമാഅത്തിനുമൊക്കെ ഈ പള്ളിയിൽ വരുന്ന ആളുകൾ, ഇനി അടുത്ത വെള്ളിയാഴ്ച കുറേ ആളുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല. അവർ ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ച എടക്കടപ്പുറത്ത് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒരുപാട് ത്യാഗം സഹിച്ച്, ഒരുപാട് പരിശ്രമങ്ങളുണ്ടായി, ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ച്, ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും അതിനെയൊക്കെ അതിജീവിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ സൗകര്യമുള്ള മനോഹരമായൊരു പള്ളി ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച അസർ നമസ്കാരത്തോടു കൂടി എടക്കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. ആ പള്ളി നിർമ്മിച്ചു നൽകിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അതോടൊപ്പം ആ പള്ളിക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനു വേണ്ടി പരിശ്രമിച്ച, അതിൻ്റെ ഉദ്ദേശം ആ സ്ഥലം എടുക്കാൻ തീരുമാനിച്ചത് മുതൽ അങ്ങോട്ട് അവിടെയുള്ള പ്രവർത്തകന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഓരോരോ പ്രതിസന്ധികൾ വന്നു. അള്ളാഹു എല്ലാം പ്രതിഫലമാക്കി മാറ്റിക്കൊടുക്കട്ടെ. അവിടെ ആ പള്ളിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അല്ലാഹു തആല പകരം സ്വർഗത്തിലൊരു വീട് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെയുള്ള ആ പ്രവർത്തകർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. മാതാവ്, ഉമ്മ ഈ പള്ളി തന്നെയാണ്. പരിസരങ്ങളിൽ എവിടെ പള്ളി വന്നാലും ഉമ്മ ഇതാണ്. അതുകൊണ്ട് ഈ പള്ളിയെ, ഇതിനെ ആരും മറക്കരുത്. ആര് വേറെ പള്ളിയെടുത്ത് പോയാലും ഈ പള്ളി ഉമ്മയുടെ സ്ഥാനത്താണ്. ഇവിടെ ഇതിന് വേണ്ട കാര്യങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവിടെ നടക്കുന്ന ദേവാ സംരംഭങ്ങളിൽ കൂടെ ഉണ്ടാകണം. ഈദ്ഗാഹ് പോലെയുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട, പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ ഈ പള്ളിയെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കണം ഈദ്ഗാഹുകളും മറ്റുമൊക്കെ നടക്കേണ്ടത്. അങ്ങനെ ഈ മാതൃസ്ഥാപനത്തെ അതിൻ്റേതായ ഗൗരവത്തിലും സ്ഥാനത്തോടും കൂടി തന്നെ കാണണം എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പള്ളിയുടെ ഇതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ഇപ്പോൾ നമ്മളെ പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല. അപ്പോൾ സ്ത്രീകൾക്കും എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാം വിശാലമായി നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ഥലം വാങ്ങി അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും നിങ്ങളെ ശ്രദ്ധയുണ്ടാകണം. അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയണം. നമ്മുടെ 2 സഹോദരങ്ങൾ അവർ ഇതിൻ്റെ ആവശ്യാർത്ഥം അവർ മറ്റൊരു നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. എല്ലാ നല്ല ഉദ്ദേശവും അള്ളാൻ്റെ പള്ളി, അള്ളാൻ്റെ ഭവനം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമങ്ങളൊക്കെയും. ഒരു നാട്ടിൽ ഒരു പള്ളി വരുമ്പോൾ ഫി ബുയൂത്തിൻ അതിനല്ലാഹ്,
അള്ളാഹ് പറഞ്ഞല്ലോ, ചില വീടുകളിൽ അള്ളാഹു നിർമ്മിക്കാൻ അനുവാദം നൽകിയ ചില വീടുകളിലാണ് അള്ളാഹിൻ്റെ പ്രകാശമുള്ളത്. ആ പ്രകാശമാണ് നാട്ടിലേക്ക് പ്രചരിക്കേണ്ടത്, ആളുകളിലേക്ക് എത്തേണ്ടത്, കുടുംബങ്ങളിലേക്ക് എത്തേണ്ടതിന്. അതിൻ്റെ വെളിച്ചമാണ് നമ്മുടെ മനസ്സിലും നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും നമ്മളെ നാട്ടിലും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ നമ്മളെ പള്ളികൾ സജീവമാകണം, നോമ്പിൻ്റെ രാവും പകലും നമ്മളെ പള്ളികൾ സജീവമാകണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹകരിക്കാനും സഹായിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശുപത്രികളിലും വീടുകളിലും അസുഖബാധിതരായി പലരുമുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബഹുമാനനായ ബഷീർ സാഹിബിൻ്റെ അനുജൻ സലീം, അദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രവർത്തകനും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹവും ഇതുപോലെ രോഗബാധിതരായി ആശുപത്രിയിലാണ്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, اللهم اعتق رقابنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا هب لنا من ازواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.